ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി കോഴിക്കോട് സ്വദേശി അഷ്റഫ് അറസ്റ്റിലായിരിക്കുന്നു. വിദ്യാർത്ഥിനിയെ ബലമായി കാറിൽ കയറ്റി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലെത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് വിവരം. കെ ബി ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഇരുവരും മലയാളികളാണ്. എങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറത്തറിയുന്നത്? എങ്ങനെയാണ്, എപ്പോഴാണ് ഈ ബലാത്സംഗം സംഭവിച്ച ഈ പീഡനം ഉണ്ടായത്? എപ്പോഴാണ്? സോളദേവനഹള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. 10 ദിവസം മുൻപാണ് ഈ പെൺകുട്ടി ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അഷ്റഫ് നടത്തുന്ന PGയിൽ താമസിക്കാൻ എത്തുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയെ ഇയാൾ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ഒരു നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. പെൺകുട്ടി ഇപ്പോൾ ഏതായാലും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഷ്റഫിനെ പോലീസ് ഇതിനോടൊപ്പം തന്നെ പിടികൂടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോളദേവനഹള്ളി പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഏതായാലും പെൺകുട്ടിയുടെ ബന്ധുക്കളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന അല്പ ദിവസം മുൻപ് ഈ മേഖലയിൽ തന്നെ ഈ സോളദേവനഹള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ മറ്റൊരു PG ഉടമ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഏതായാലും ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഈ പെൺകുട്ടിയുടെ ആരോഗ്യനിലയൊക്കെ എങ്ങനെയാണ് ശ്രീധരൻ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായിട്ട് പേടിക്കാനുള്ള അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും പെൺകുട്ടി വല്ലാത്തൊരു ട്രോമയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്കൊപ്പം തന്നെ മാനസിക ചികിത്സ കൂടി നൽകുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഏതായാലും ദാരുണമായിട്ടുള്ള സംഭവമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതും മലയാളിയായിട്ടുള്ള ഒരു PG ഓണറാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. അതും വിശ്വസിച്ച് നമ്മളൊരു സ്ഥലത്ത് താമസിക്കാൻ പോകുന്നു. അവിടെ നിന്ന് തന്നെ തിക്താനുഭവം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്.